നീ കുറെ നാളായിട്ട് എന്നെ പറ്റിക്കുന്നുണ്ട്. ഞാനത് കണ്ടുപിടിക്കത്തില്ലെന്നാണോ നീ വിചാരിച്ചിരുന്നേ? ഞാനത് കണ്ടുപിടിച്ചു മോളെ. അയ്യോ പൊക്കി, പേഴ്സിന്ന് പൈസ എടുത്തു പൊക്കി. ഞാൻ ഇനി എന്തോ പറഞ്ഞ് രക്ഷപ്പെടും. നീ ആലോചിച്ച് തലമുണ്ടാക്കിയൊന്നും വേണ്ട. പേഴ്സിന്ന് പൈസ എടുക്കുന്നതൊക്കെ എനിക്ക് പണ്ടേ അറിയാവുന്ന കാര്യം. അതൊന്നും എനിക്കൊരു വിഷയമുള്ള കാര്യമല്ല. ഇത് അതിലും വലിയ ആസൂത്രിതമായിട്ടുള്ള ഒരു തട്ടിപ്പ്, ഒരു ഒരു പറ്റിപ്പ് പരിപാടി. ഞാനത് കണ്ടുപിടിച്ചു. പേഴ്സിന്ന് പൈസ എടുക്കുന്നതല്ലാതെ വേറെന്തൊരു തട്ടിപ്പ്? അല്ലെങ്കിൽ പിന്നെ ഓൺലൈനിൽ നിന്ന് വല്ല സാധനങ്ങൾ വാങ്ങിക്കുന്നു, അല്ലാതെ വേറെ ഞാനൊന്നും ചെയ്യാറില്ല തട്ടിപ്പ് പറ്റിപ്പോന്നു. ഞാൻ പറഞ്ഞല്ലോ മോളെ, പേഴ്സിന്ന് പൈസ എടുക്കുന്നതോ ഓൺലൈനിൽ നിന്ന് സാധനം വാങ്ങിക്കുന്നതോ ഒന്നുമല്ല. അതൊന്നും എനിക്കൊരു വിഷയമുള്ള കാര്യമേ അല്ല. ഇതെന്തോ നിങ്ങൾ ഇവിടെ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ വല്ല നടത്തുന്നോ? ദൃശ്യം 4ന്റെ റിലീസ് എങ്ങാനും ആണോ? അങ്ങോട്ട് പറ, സസ്പെൻസ് ഇടാതെ. നീ ഉണ്ടാക്കി തരുന്ന ചപ്പാത്തി ആണെന്നും പറഞ്ഞ് നീ ഇത്രയും നാൾ എനിക്ക് തന്നുകൊണ്ടിരുന്നത് പാക്കറ്റ് ചപ്പാത്തിയാണ്. അത് ഞാൻ ഇന്നലെ കണ്ടുപിടിച്ചു. ആഹാ, കൊള്ളാമല്ലേ. ചുമ്മാതെ ആരോപണങ്ങൾ ഉന്നയിക്കല്ലേ. നിങ്ങൾ എങ്ങനെ കണ്ടുപിടിച്ചു പാക്കറ്റ് ചപ്പാത്തിയാണെന്ന്? അത് പാക്കറ്റ് ചപ്പാത്തി ഒന്നും അല്ല. ഞാൻ കഷ്ടപ്പെട്ട് കുഴച്ച് പരത്തി ഉണ്ടാക്കുന്ന ചപ്പാത്തി, അറിയാമോ? എങ്ങനെ കണ്ടുപിടിച്ചെന്നോ? ചപ്പാത്തി ഉണ്ടാക്കുന്നത് ഗോതമ്പ് പൊടി കൊണ്ടാണേ. കഴിഞ്ഞ വർഷം എക്സ്പയറി ഡേറ്റ് തീർന്ന ഗോതമ്പ് പൊടി ഞാൻ ഇന്ന് സ്റ്റോർ റൂമിൽ നിന്ന് യാദൃച്ഛിക കണ്ടു. ഗോതമ്പ് പൊടി കൊണ്ടല്ലാതെ നീ പിന്നെ എന്തോ കൊണ്ടാണ് ഈ ചപ്പാത്തി ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്? അന്നേരം എനിക്ക് മനസ്സിലായി. ഒന്ന് ആലോചിച്ചപ്പോ എനിക്ക് മനസ്സിലായി നീ പാക്കറ്റ് ചപ്പാത്തിയാ തന്നോണ്ടിരുന്നേന്ന്. എനിക്ക് അപ്പോഴേ സംശയം ഉണ്ടായിരുന്നു, ഇത്രയും പെർഫെക്റ്റ് റൗണ്ട് ഷേപ്പിലൊക്കെ എങ്ങനെ പരത്തും എന്നുള്ളത്. പിന്നെ ചപ്പാത്തി മേക്കർ ഉള്ളപ്പോൾ ഞാൻ പിന്നെ അങ്ങനെ സംശയിച്ചിട്ടില്ല. പക്ഷെ ഇന്ന് എനിക്ക് വ്യക്തമായി. ആണോ? കണ്ടുപിടിച്ചെങ്കിലേ കണക്കായി പോയി. നാളെ മുതലേ ഇനി ചപ്പാത്തി ഇല്ല, നാളെ മുതലേ ദോശയായിരിക്കും. ദോശ. ദോശയാകുമ്പോ എളുപ്പമായല്ലോ, ആട്ടിയ മാവ് വാങ്ങിക്കാൻ കിട്ടുമല്ലോ അല്ലേ? കൊള്ളാം. അല്ല, നിങ്ങൾക്കേ ഞാൻ ആട്ടുകല്ലേൽ ഇരുന്ന് ആട്ടി അരച്ച് ദോശ ഇട്ട് തരാം കേട്ടോ. വല്ല ഉണ്ടാക്കി തരുന്നത് മിണ്ടാതിരുന്ന് തിന്നാതെ കുറ്റം പറയാൻ വന്നേക്കുന്നു.